രാജ്യം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള മോഹാലസ്യത്തിൽ നിന്ന് പതുക്കെ ഉണരുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങി. ഇന്ത്യയിലെ എല്ലാ ചാനലുകളും മീഡിയകളും നടത്തിയ സർവേകളിൽ NDA സർക്കാരിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകുന്നത്. തിരഞ്ഞെടുപ്പിൽ NDA വിജയിക്കും എന്നാണ് പറയുന്നത്. മൂന്നാം മോദി ഹാട്രിക് തന്നെ സംഭവിക്കുമെന്നാണ് എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങളും പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ഇന്ത്യ മൊത്തം എങ്ങനെയാണ് റിസൾട്ട് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു. ദേശീയ തലത്തിൽ എക്സിറ്റ് പോൾ എങ്ങനെ പ്രവചിക്കുന്നു എന്ന് നോക്കാം. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് NDAക്ക് 361 മുതൽ 401 വരെ സീറ്റ് പ്രവചിക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് 131 മുതൽ 166 വരെ സീറ്റാണ് പ്രവചിക്കുന്നത്. മറ്റുള്ളവർ 8 മുതൽ 20 വരെ സീറ്റാണ് പ്രവചിക്കുന്നത്. റിപ്പബ്ലിക് മട്രീസ് ചാനൽ പ്രവചിക്കുന്നത് 353 മുതൽ 368 സീറ്റ് വരെ NDAക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. 118 മുതൽ 133 സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. മറ്റുള്ളവർ 43 മുതൽ 48 വരെ. ഇനി റിപ്പബ്ലിക് പി മാർക്ക് ചാനൽ പറയുന്നത് 359 വരെ സീറ്റ് NDAക്ക് കിട്ടുമെന്നാണ്. ഇന്ത്യ മുന്നണിക്ക് 154 സീറ്റ് വരെ കിട്ടുമെന്നാണ് പറയുന്നത്. 30 സീറ്റ് മറ്റുള്ളവർക്ക്. ഇനി ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് 371 സീറ്റ് വരെ NDAക്ക് പ്രവചിക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് 125 സീറ്റ് വരെ പ്രവചിക്കുന്നു. മറ്റുള്ളവർക്ക് 47 സീറ്റ് വരെ കിട്ടാം. ജൻ കി ബാത്ത് പ്രവചിക്കുന്നു 362 മുതൽ 392 വരെ സീറ്റുകൾ NDAക്ക് കിട്ടുമെന്ന് പറയുന്നു. 141 മുതൽ 161 വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്ന് പറയുന്നു. മറ്റുള്ളവർക്ക് 10 മുതൽ 20 വരെ സീറ്റുകൾ കിട്ടിയേക്കാം. ന്യൂസ് നേഷൻ പറയുന്നത് നോക്കൂ. 342 മുതൽ 378 വരെ സീറ്റുകൾ NDAക്ക് കിട്ടാം. 153 മുതൽ 169 വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടാം. മറ്റുള്ളവർക്ക് 21 മുതൽ 23 വരെ സീറ്റുകളാണ് പ്രവചിക്കുന്നത്. ദൈനിക് ഭാസ്കർ പ്രവചിക്കുന്നത് നോക്കൂ. 281 മുതൽ 350 വരെ സീറ്റുകൾ NDA മുന്നണിക്ക് കിട്ടുമെന്ന് പറയുന്നു. 145 മുതൽ 201 വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്ന് പറയുന്നു. 33 മുതൽ 49 വരെ സീറ്റുകൾ മറ്റുള്ളവർക്ക് കിട്ടുന്നു. ABP സി വോട്ടർ പറയുന്നത് നോക്കൂ. 278 മുതൽ 330 വരെ സീറ്റുകൾ NDA മുന്നണിക്കും. 126 മുതൽ 174 വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും. 4 മുതൽ 12 വരെ സീറ്റുകൾ മറ്റുള്ളവർക്കും. ടൈംസ് നൗ ETG പറയുന്നത് നോക്കൂ. 358 വരെ സീറ്റുകൾ NDA മുന്നണിക്ക് കിട്ടാം. 152 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടാം. 33 സീറ്റുകൾ മറ്റുള്ളവർക്കും. CNN ന്യൂസ് 18 പറയുന്നത് നോക്കൂ. 355 മുതൽ 370 വരെ സീറ്റുകൾ NDA മുന്നണിക്കും. 125 മുതൽ 140 വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും. 42 മുതൽ 52 വരെ സീറ്റുകൾ മറ്റുള്ളവർക്കും. ഇനി ഇന്ത്യ TV CNX പറയുന്നത് നോക്കൂ. 371 മുതൽ 401 വരെ സീറ്റുകൾ NDA മുന്നണിക്കും. 109 മുതൽ 139 വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും. 28 മുതൽ 38 വരെ സീറ്റുകൾ മറ്റുള്ളവർക്കും. ടുഡേയ്സ് ചാണക്യ പറയുന്നത് നോക്കൂ. 385 മുതൽ 415 വരെ സീറ്റുകൾ NDA മുന്നണിക്ക് പ്രവചിക്കുന്നു. 96 മുതൽ 118 വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയേക്കാം. 27 മുതൽ 44 വരെ മറ്റുള്ളവർക്കും. ഇനി പോൾ സ്ട്രാറ്റ് പറയുന്നത് നോക്കൂ. 342 വരെ സീറ്റുകൾ NDA മുന്നണിക്ക് കിട്ടിയേക്കാം. 166 സീറ്റുകൾ കോൺഗ്രസ് മുന്നണിക്ക് കിട്ടിയേക്കാം. 35 സീറ്റുകൾ മറ്റുള്ളവർക്കും കിട്ടിയേക്കാം. ഇനി 2019 ഫലം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. 352 സീറ്റുകളാണ് NDA മുന്നണിക്ക് കിട്ടിയത്. 90 സീറ്റുകൾ അന്നത്തെ UPA മുന്നണിക്ക് കിട്ടിയത്. 101 സീറ്റുകളാണ് മറ്റുള്ളവർക്ക് കിട്ടിയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു.